പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. സത്യത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഇന്തോനേഷ്യ ഒരുക്കിയിരുന്ന സ്വീകരണം എന്ന് പറയുന്നത് നമ്മൾ ഞെട്ടിപ്പോകുന്ന സ്വീകരണമാണ്. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഏതെങ്കിലും ഒരു രാജ്യം ഒരുക്കുന്ന ഏറ്റവും മികച്ച സ്വീകരണങ്ങളിൽ ഒന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഇന്തോനേഷ്യ ഒരുക്കിയത്. മുൻപ് പ്രധാനമന്ത്രി ഫ്രാൻസിലൊക്കെ പോയ സമയത്ത് ഇതുപോലെ ഒരു ഗംഭീര സ്വീകരണം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹം പോകുന്ന പല രാജ്യങ്ങളിലും വലിയ സ്വീകരണമാണ് അദ്ദേഹത്തിന് ഒരുക്കാറുള്ളത്. ഈ ഇന്തോനേഷ്യയിലെ സ്വീകരണം കാണുമ്പോൾ ഏറ്റവും മികച്ചത് ഇതാണോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിൽ രാജകീയമായ സ്വീകരണം, പരമ്പരാഗത ഇന്തോനേഷ്യൻ സ്റ്റൈലില് രാജകീയമായ സ്വീകരണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അവിടെ ഒരുക്കിയിരുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ കാണുന്ന ഏതൊരു ഭാരതീയനും അഭിമാനം തോന്നിപ്പോകുന്ന വിധം ഗംഭീര സ്വീകരണമാണ് നമ്മുടെ പ്രധാനമന്ത്രിക്കായിട്ട് ഒരുക്കിയിരുന്നത്. സ്വീകരണം മാത്രമല്ല, ഇന്ത്യ ഇന്തോനേഷ്യ റിലേഷൻ വളരെ ശക്തമായി മാറാനുള്ള എല്ലാ സാധ്യതകളും ഈ രണ്ട് രാജ്യങ്ങളിലെയും ഭരണാധികാരികൾ ചേർന്ന് ഒരുക്കി എന്നതുകൂടി പറയാതെ വയ്യ. പ്രത്യേകിച്ച് ഇന്തോനേഷ്യൻ പ്രസിഡന്റിന്റെ ചില സ്റ്റേറ്റ്മെന്റുകൾ, പ്രസിഡന്റ് പ്രബാവോ സുബിയാന്തോ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അദ്ദേഹം മുൻപ് അത് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് വരുന്നതിന് മുന്നേ, ഇന്ത്യയിലേക്കുള്ള എൻ്റെ ഔദ്യോഗിക സന്ദർശനത്തിന് മുമ്പ് ഞാൻ ജീനോം സീക്വൻസിംഗ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ DNA പരിശോധിച്ചപ്പോൾ എനിക്ക് ഇന്ത്യൻ DNA ഉണ്ട് എന്ന് ഞാൻ അതിൽ കണ്ടെത്തി. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഓരോ തവണ ഞാൻ സംഗീതം കേൾക്കുമ്പോഴും, പ്രത്യേകിച്ച് ഇന്ത്യൻ സംഗീതം കേൾക്കുമ്പോൾ എൻ്റെ ശരീരം അറിയാതെ ചലിക്കാൻ തുടങ്ങുന്നത്. അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ നേരത്തെ അദ്ദേഹം ഇന്ത്യയിൽ വന്നപ്പോഴും അദ്ദേഹം പറഞ്ഞതാണ്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെയധികം ചർച്ചയാവുകയാണ്. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത്, എൻ്റെ കൊട്ടാരത്തിലെ ഔദ്യോഗിക വിരുന്നുകളിൽ എൻ്റെ എല്ലാ മന്ത്രിമാരും ജനറൽമാരും നൃത്തം ചെയ്യാനും പാടാനും ഇഷ്ടപ്പെടുന്നു. ഒരുപക്ഷെ അവരിൽ ഭൂരിഭാഗം പേർക്കും ഇന്ത്യൻ DNA ഉണ്ടായിരിക്കാം. എൻ്റെ ഭൂരിഭാഗം മന്ത്രിമാരും ഇന്ത്യൻ ഗാനങ്ങൾ വളരെ നന്നായി പാടുമെന്ന് കൂടി നമ്മുടെ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പറയാണ്. അദ്ദേഹം തുറന്ന് പറയാണ് മാധ്യമങ്ങളുടെ മുന്നിൽ. ആ വാചകങ്ങളൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ആർക്കും പരിശോധിക്കാവുന്നതാണ്. അദ്ദേഹത്തിന്റെ ഈ വാചകങ്ങൾ കൊണ്ട് അദ്ദേഹം ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള ബന്ധത്തെ കൂടിയാണ്, പീപ്പിൾ ടു പീപ്പിൾ റിലേഷനെ കൂടിയാണ് കണക്ട് ചെയ്യുന്നത്. തന്റെയും തന്റെ മന്ത്രിമാരുടെയും ശരീരത്തിൽ DNA ഉണ്ടെന്ന് അദ്ദേഹം പറയുമ്പോൾ അതിനകത്ത് പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്തോനേഷ്യക്കാരുടെ ശരീരത്തിൽ ഇന്ത്യക്കാരുടെ DNAയും ഉണ്ട്, ഇന്ത്യൻ DNAയും ഉണ്ട്. അതിന്റെ കാരണം എന്താണ്? ഒരു കാലത്ത് ഈ രണ്ട് രാജ്യങ്ങൾ ഒന്നിച്ച് ഒരേ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു, ഇടപഴകിയിരുന്നു, ഒന്നിച്ച് പരസ്പരം ജീവിച്ചിരുന്നവരാണ്. പരസ്പരം വിവാഹ ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രകൾ ചെയ്തിട്ടുണ്ട്, ഒരേ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു. അത്തരം ഇടപെടലുകളിലൂടെ DNA പങ്കുവയ്ക്കപ്പെട്ടിട്ടുള്ള ഏതാണ്ട് ഒരേ സംസ്കാരത്തിന്റെ ഭാഗം തന്നെയാണ് തങ്ങളും എന്നാണ് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് അവിടെ പറഞ്ഞത്. മറ്റൊന്നുകൂടി അദ്ദേഹം പറയുകയുണ്ടായി, ഞാൻ നരേന്ദ്രമോദിജിയുടെ ഒരു വലിയ ആരാധകനാണ്. ഞാൻ പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് തന്നെ പ്രധാനമന്ത്രിയുടെ നയങ്ങളെ കുറിച്ച് പഠിച്ചിരുന്നു. അതിന് പകർപ്പ് അവകാശം ഇല്ലാത്തത് കൊണ്ട്, കോപ്പിറൈറ്റ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ പല നയങ്ങളും അതേപടി തന്നെ പകർത്തിയിട്ടുണ്ട്. തന്റെ നയങ്ങൾ പകർത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദയവോടെ എനിക്ക് അനുവാദം നൽകുകയും ചെയ്തു എന്നുകൂടി അദ്ദേഹം പറയുകയാണ്. നരേന്ദ്രമോദി അദ്ദേഹത്തിന് ഒരു മറുപടിയും കൊടുക്കുന്നുണ്ട്. മിസ്റ്റർ പ്രസിഡന്റ്, അങ്ങ് അന്ന് പറഞ്ഞ കാര്യം ഇന്നും ഇവിടെ ആവർത്തിച്ചു. താങ്കൾക്കും ഭാരതത്തിന്റെ DNA ഉണ്ട് എന്ന ആ ഒരൊറ്റ പ്രസ്താവനയാണ് ഇന്നും ഇവിടെ ഏറ്റവും വലിയ കയ്യടി നേടിയത്. ആ ഒരൊറ്റ വാചകം കൊണ്ട് താങ്കൾ കോടിക്കണക്കിന് ഭാരതീയരുടെ ഹൃദയമാണ് കീഴടക്കിയത്. ഇത് പരസ്പര വിശ്വാസത്തിൽ നിന്നും പങ്കുവയ്ക്കപ്പെട്ട പൈതൃകത്തിൽ നിന്നും രൂപപ്പെട്ട DNA ആണ് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. ചുരുക്കത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ അംഗീകരിക്കാനും ഇന്ത്യൻ DNA തങ്ങളുടെ ശരീരത്തിലുമുണ്ട് എന്ന അഭിമാനത്തോടെ പറയാനും ലോക രാജ്യങ്ങളും ഭരണാധികാരികളും ഒക്കെ ഇന്ന് തയ്യാറാവുകയാണ്. ഒരു കാലത്ത് വെറും ഒരു വികസ്വര രാജ്യം മാത്രമായി, പാർശ്വവലിക്കപ്പെട്ട രാജ്യമായി കണ്ടിരുന്ന ഭാരതം ഇന്ന് ആഗോള അജണ്ടകൾ നിശ്ചയിക്കുന്ന ശക്തിയായി മാറുകയാണ്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, ബഹിരാകാശ നേട്ടങ്ങൾ, പ്രതിരോധ രംഗത്തെ സ്വാശ്രയത്വം, മിസൈലുകളുടെ കയറ്റുമതി തുടങ്ങി നിരവധി കാരണങ്ങൾ കൊണ്ട് ഇന്ത്യയുടെ പ്രതിച്ഛായ തന്നെ മാറിയിരിക്കുകയാണ്. മോദി സർക്കാരിന്റെ ശക്തമായ വിദേശ നയം കാരണം വിദേശ രാജ്യങ്ങൾ ഭാരതത്തെ ഒരു ആശ്രയയോഗ്യമായ പങ്കാളിയായിട്ടാണ് ഇന്ന് കാണുന്നത്. ഇന്തോനേഷ്യ പോലുള്ള ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്തിന്റെ തലവൻ ഭാരതത്തിന്റെ വികസന നയങ്ങളെ താൻ മാതൃകയാക്കുന്നു എന്ന് പരസ്യമായി പറയുകയും ഭാരതീയ സംസ്കാരത്തോടുള്ള തന്റെ ഭ്രമം തുറന്നു പറയുകയും ചെയ്യുന്നത് ഭാരതത്തിന്റെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തിന്റെ തെളിവാണ്. ലോകത്തെ ഏറ്റവും വലിയ രണ്ട് ജനാധിപത്യ രാജ്യങ്ങൾ സാംസ്കാരികമായ പൈതൃകത്തിന്റെ അടിത്തറയിൽ ഒന്നിച്ചു നീങ്ങുമ്പോൾ ഇത് പുതിയൊരു ആഗോള ക്രമത്തിന് വഴി തുറക്കുകയാണ്.
ലോകം ഇന്ന് ഭാരതത്തെ ഭയത്തോടെയല്ല, മറിച്ച് ആദരവോടെയും തങ്ങളുടെ സ്വന്തം പൈതൃകത്തിന്റെ ഭാഗവുമായിട്ടാണ് നോക്കിക്കാണുന്നത്. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഇന്തോനേഷ്യ, കംബോഡിയ, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഹൈന്ദവ ബുദ്ധ സംസ്കാരങ്ങൾ ആഴത്തിൽ വേരൂന്നിയവയാണ്. ഇന്തോനേഷ്യയിലെ ഭാഷയിൽ 50% സംസ്കൃത പദങ്ങളാണ് ഉപയോഗിക്കുന്നത്. അവരുടെ രാമായണ മഹാഭാരത പാരമ്പര്യങ്ങളും ഗരുഡൻ സാംസ്കാരിക ചിഹ്നമായി സ്വീകരിച്ചതും ഇതിന് തെളിവാണ്. മുൻകാലങ്ങളിൽ ഈ സാംസ്കാരിക ബന്ധങ്ങൾ വെറും ചരിത്ര പുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങിയിരുന്നുവെങ്കിൽ മോദി സർക്കാരിന്റെ ആക്ട് ഈസ്റ്റ് നയങ്ങളിലൂടെ ഈ ബന്ധങ്ങൾക്ക് ജീവൻ വച്ചു. ഇന്ന് ആസിയാൻ രാജ്യങ്ങൾ ഭാരതത്തെ ഒരു വലിയ ജനാധിപത്യ മാതൃകയായും അതോടൊപ്പം തന്നെ സാംസ്കാരിക ഉറവിടമായിട്ടുമാണ് കാണുന്നത്. ജപ്പാൻ പോലെയുള്ള വികസിത രാജ്യങ്ങൾ ഭാരതത്തിൽ നിന്ന് ഉത്ഭവിച്ച ബുദ്ധമത പാരമ്പര്യത്തെ ആദരവോടെ തന്നെ നിലനിർത്തുമ്പോൾ ഭാരതത്തിന്റെ ആധുനിക വളർച്ചയെ അവർ പിന്തുണയ്ക്കുകയുമാണ്. അവരുടെ കൂടി സംസ്കാരത്തിന്റെ ഉറവിടമായ ഭാരതത്തെ ഒരു വലിയ ശക്തിയാക്കി മാറ്റുന്നതിൽ തങ്ങളും പങ്കാളികളാകും എന്ന ഒരു മനസ്സോടുകൂടിയാണ് ജപ്പാൻ പല കാര്യങ്ങളിലും ഇന്ത്യയുമായി സഹകരിക്കുന്നത്. ജപ്പാന് സാമ്പത്തിക താല്പര്യങ്ങൾ ഉണ്ടാവാം, അവർക്ക് നിലനിൽപ്പിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതോടൊപ്പം തന്നെ ആ സാംസ്കാരിക ബന്ധം കൂടി ഇന്ത്യയുമായിട്ടുള്ള അടുപ്പത്തിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളിലും ഭാരതത്തിന്റെ സോഫ്റ്റ് പവർ ഇന്ന് ശക്തമായി പ്രകടമാവുന്നുണ്ട്. USA-ലും യൂറോപ്പിലും അടക്കം. ഐക്യരാഷ്ട്രസഭയിലൂടെ നരേന്ദ്രമോദി ചെയ്ത മറ്റൊരു കാര്യം ലോക യോഗ ദിനം, ഇന്റർനാഷണൽ യോഗ ഡേ അംഗീകരിപ്പിച്ചു എന്നതാണ്. ഇത് ഭാരതത്തിന്റെ ആരോഗ്യ ആത്മീയ തത്വചിന്തയെ ആഗോള തലത്തിൽ പ്രതിഷ്ഠിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുകയുണ്ടായി. ആയുർവേദവും ഭാരതീയ തത്വചിന്തകളും ഇന്ന് പാശ്ചാത്യ സമൂഹത്തിൽ വലിയ സ്വീകാര്യതയാണ് നേടുന്നത്. അതോടൊപ്പം തന്നെ ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ ഭാരതം ഒരു പുതിയ യുഗത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. കേവലം സാമ്പത്തിക സൈനിക ശക്തിയായി മാത്രമല്ല, ലോകത്തെ നയിക്കാൻ പോകുന്ന ഒരു സാംസ്കാരിക മാതൃകയായിട്ട് ഭാരതം ഉയർന്നു വരികയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള നയതന്ത്രത്തിന്റെ ഏറ്റവും വലിയ വിജയമാണ് ഇന്ന് ലോക നേതാക്കൾ ഭാരതവുമായുള്ള തങ്ങളുടെ സാംസ്കാരികവും ജനിതകവുമായ ബന്ധം ലോകസമക്ഷം ഭയമില്ലാതെ അഭിമാനത്തോടെ വിളിച്ചു പറയുന്നത്. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവോ സുബിയാന്തോ തനിക്ക് ഇന്ത്യൻ DNA ഉണ്ട് എന്ന് പ്രഖ്യാപിച്ചതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. തുടക്കമാണ്. അതായത് ഭാരതത്തിന്റെ ഈ സാംസ്കാരിക നയതന്ത്ര ഉണർവ് വരും നാളുകളിൽ കൂടുതൽ രാജ്യങ്ങളെ ഭാരതത്തിലേക്ക് അടുപ്പിക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ച് ഭാരതീയ സംസ്കാരവുമായി ചരിത്രപരമായി ആഴത്തിൽ ബന്ധമുള്ള ആസിയാൻ രാജ്യങ്ങളിലും സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിലും ഇതിന്റെ പ്രതിഫലനം വളരെ വലുതായിരിക്കും. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് നടത്തിയ ഇന്ത്യൻ DNA പ്രസ്താവന മറ്റ് സാംസ്കാരിക ബന്ധമുള്ള രാജ്യങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്നതാണ്. തായ്ലൻഡ്, കംബോഡിയ, ലാവോസ്, മ്യാൻമാർ, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഭാരതവുമായി നൂറ്റാണ്ടുകളുടെ ബുദ്ധ ഹൈന്ദവ സാംസ്കാരിക പൈതൃകമുണ്ട്. തങ്ങളുടെ സംസ്കാരത്തിന്റെ വേരുകൾ ഭാരതത്തിലാണെന്ന് പരസ്യമായി പറയുന്നതിലും ഭാരതവുമായി കൂടുതൽ അടുക്കുന്നതിലും ഈ രാജ്യങ്ങൾ ഇനി ഒട്ടും മടി കാണിക്കില്ല. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി ചൈനയുടെ സാമ്പത്തിക സൈനിക അധിനിവേശമാണ്. എന്നാൽ ചൈനയുമായി ഇവർക്ക് വലിയ സാംസ്കാരിക പൊരുത്തമില്ല. മറിച്ച് ഭാരതം ഒരു സാംസ്കാരിക മിത്രമാണ്. പ്രതിരോധ രംഗത്ത് ഭാരതം കൈവരിച്ച വളർച്ചയും അതോടൊപ്പം തന്നെ സുസ്ഥിരമായ രാഷ്ട്രീയ സാഹചര്യവും ഈ രാജ്യങ്ങൾക്ക് വലിയൊരു സുരക്ഷിതത്വ ബോധം നൽകുന്നുണ്ട്. ചൈനയുടെ ഭീഷണിയെ പ്രതിരോധിക്കാൻ ഇവർക്കൊപ്പം ഭാരതം ഉണ്ടാകുമെന്നൊരു ആത്മവിശ്വാസം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ ഒരു ആശ്രയമായിട്ട് ഈ രാജ്യങ്ങൾ കാണുകയും ചെയ്യും. യോഗ, ആയുർവേദം, സിനിമ, സംഗീതം എന്നിവയിലൂടെ ഭാരതത്തിന്റെ സോഫ്റ്റ് പവർ ആഗോളതലത്തിൽ തന്നെ അംഗീകരിക്കപ്പെടുകയാണ്. ഇതിനൊപ്പം ഡിജിറ്റൽ വിപ്ലവവും UPI പോലുള്ള സാങ്കേതിക വിദ്യകളും മറ്റു രാജ്യങ്ങളെ ആകർഷിക്കുകയാണ്. സാംസ്കാരിക ബന്ധമുള്ള രാജ്യങ്ങൾക്ക് സാങ്കേതിക വിദ്യയും വികസന മാതൃകകളും പങ്കുവയ്ക്കാൻ ഭാരതം തയ്യാറുമാണ്. ചുരുക്കത്തിൽ ഇന്തോനേഷ്യയിൽ നിന്ന് തുടങ്ങിയ ഈ ട്രെൻഡ് ഒരു ഡോമിനോ പ്രഭാവം സൃഷ്ടിക്കാൻ, അല്ലെങ്കിൽ ഒരു ഡോമിനോ എഫക്റ്റ് സൃഷ്ടിക്കാൻ പോവുകയാണ്. ഭാരതത്തിന്റെ സാംസ്കാരിക സ്വാധീനത്തെയും ആഗോള നേതൃത്വത്തെയും അംഗീകരിച്ച് കൂടുതൽ രാജ്യങ്ങൾ ഭാരതവുമായി തന്ത്രപ്രധാനമായ സഖ്യങ്ങളിലേക്ക് വരും ദിവസങ്ങളിൽ കടന്നു വരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇനി ഇപ്പോൾ സംഭവിക്കുന്ന ഈ കാര്യങ്ങളാണ് ഒരിക്കലും നടക്കരുതേ എന്ന് ചൈനയും അമേരിക്കയും ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ അവരുടെ കണക്കുകൂട്ടലുകൾ തകർത്തുകൊണ്ട് ഇന്ത്യ അതിന്റെ സാംസ്കാരിക ഉറവിടം വീണ്ടെടുക്കുകയാണ്. നഷ്ടമായി പോയ അതിന്റെ കൾച്ചറൽ പവർ
വീണ്ടെടുക്കുകയാണ്. ഒരു സാംസ്കാരിക സൂപ്പർ പവറായിട്ട് ഇന്ത്യ ഉയർന്നു വരികയാണ്. അമേരിക്കയ്ക്കും ചൈനയ്ക്കും അവകാശപ്പെടാനില്ലാത്തതും ഇതാണ്. ഇന്ത്യക്ക് 5000 വർഷത്തിലേറെ പഴക്കമുള്ള വലിയൊരു സംസ്കാരത്തിന്റെ ഒരു ചരിത്രത്തിന്റെ ഒരു കരുത്തുണ്ട്. അത്രയും പുരാതനമായ ഒരു സംസ്കാരമാണ് എന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയും. എന്നാൽ അമേരിക്കയ്ക്കോ 1600-കൾക്ക് ശേഷം മാത്രം രൂപം കൊണ്ടുവന്ന ഒരു രാജ്യം. ചൈനയുടെ കാര്യം പറഞ്ഞാൽ ചൈനയിൽ തദ്ദേശീയമായ സംസ്കാരവും കൾച്ചറും ഒക്കെ ഉണ്ടെങ്കിലും ഇന്ത്യൻ കൾച്ചറും ബുദ്ധിസവുമാണ് ചൈനയെ ഇന്നത്തെ രൂപത്തിൽ ഷേപ്പ് ചെയ്യുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചൈന പോലും ഇന്ത്യയുടെ സാംസ്കാരിക സ്വാധീനത്തിൽപ്പെടുന്ന രാജ്യമാണ്. ചൈനയുടെയും സംസ്കാരത്തിന്റെ ഉറവിടം തേടി വരുമ്പോൾ അതിന്റെ ഒരു പ്രധാന കേന്ദ്രം ഇന്ത്യ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ അതിന്റെ ആ ഒരു സാംസ്കാരിക ശക്തി വീണ്ടെടുത്തുകൊണ്ട് വളരെ ശക്തമായിട്ട് മുന്നേറുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.